പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു വിശേഷം അറിഞ്ഞത്. നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആ ഒരു വ്യക്തി, കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു രുചിയുടെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു തമ്പുരാൻ എന്ന് പറയുന്നത്, പലപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവമൊക്കെ നടക്കുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പ്രസ് ചെയ്യാനാണ്. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷനും ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ വീഡിയോ വിശേഷങ്ങളിൽ പോകാം. അപ്പോൾ പഴയിടം എല്ലാവർക്കും വളരെ സുപരിചിതമായൊരു പേരാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ വളരെ രുചികരമായ ഭക്ഷണങ്ങൾ വിളമ്പിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കൈപുണ്യം വളരെ വിശേഷമാണ്. ഭക്ഷണം കഴിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയിടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരുവായൂർ മുഖം, പഴയുടെ രുചി. ഇപ്പോൾ നമ്മുടെ ഗുരുവായൂരിൽ ക്ഷേത്രത്തിൻ്റെ തെക്കു വശത്തായിട്ട് ഗുരുവായൂർ ദേവസ്വം കാര്യാലയം, അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. വളരെ രുചികരമായ ഭക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി, നല്ല ടേസ്റ്റി ഫുഡാണ്. ചായ, പിന്നെ അവിടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പ്രത്യേകമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുകയായിരുന്നു. അവിടെ ചെന്ന സമയത്ത് അവിടെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവിടെ പുറത്ത് ചായ കഴിക്കാൻ സ്റ്റാഫ് എല്ലാവരും വരുന്നുണ്ട്. മറ്റിവിടെ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരൊക്കെ, ഭക്തന്മാരൊക്കെ വരുന്നുണ്ട്. ഏതായാലും നല്ലൊരു ഭക്ഷണം, പഴയിടത്തിൻ്റെ ഒരു കൈപുണ്യത്തിലുള്ള ഒരു ചായ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശേഷമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഗുരുവായൂർ വരുമ്പോൾ മറന്നു വേണ്ട പഴയിടത്തിൻ്റെ ആ ഒരു ചായ രുചി കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. നടയിൽ നിന്ന് വന്നാൽ ഇവിടെ ആ ഒരു അമരപ്രഭു ഭഗവാന്റെ ആ ഒരു പ്രതിമ, ഗുരുവായൂർ കേശവൻ്റെയും ആ ഒരു ഭഗവാന്റെ ഒരു മരപ്രതിമയൊക്കെ ഉള്ള സ്ഥലം, അതായത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്, അതിൻ്റെ അടുത്ത് നിന്ന് കാണാം പഴയിടം രുചി. ദേവസ്വം ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലാണ് പഴയുടെ രുചി ഹോട്ടൽ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പ്രസ് ചെയ്യാനാണ്. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ്സ് എല്ലാം പറഞ്ഞുകൊണ്ട് ഐ ആം സൈദ് ഫ്രം സൈദ് ഭക്തൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ബൈ, സി യു.